SSLCക്കും +2-നും ശേഷം പ്രൊഫഷണൽ കരിയർ തിരഞ്ഞെടുക്കാവുന്ന ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഓർഫനേജ് പോളിടെക്നിക് കോളേജ് എടവണ്ണ. വനംവകുപ്പും കർഷകരും ഗോത്രവിഭാഗവും തമ്മിലുള്ള ബന്ധം കൂടുതൽ സുതാര്യവും സഹകരണാത്മകവുമാക്കുന്നതിനായി ഊരുണർവ് എന്ന പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടതായി വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ നെടുങ്കയത്ത് ഫോറസ്റ്റ് ബംഗ്ലാവിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ 36 ആദിവാസി വിഭാഗങ്ങളെയും ഓരോ മാസങ്ങളായി നേരിട്ട് കാണും. നിലമ്പൂർ മണ്ഡലത്തിലെ വിവിധ ഊരുകൾ സന്ദർശിച്ച് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ആദിവാസികളെയും നേരിൽ കണ്ട് ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഊരു വികസനം സാധ്യമാക്കും. വനത്തിനുള്ളിൽ താമസിക്കുന്ന ഗോത്രവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും കാടിനെക്കുറിച്ചുള്ള അവരുടെ പരമ്പരാഗത അറിവുകൾ വനസംരക്ഷണത്തിനും വന്യജീവി ആക്രമണങ്ങൾ ലഘൂകരിക്കുന്നതിനും പ്രയോജനപ്പെടുത്തുകയാണ് ഉണർവ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കൽ, വനം ഉദ്യോഗസ്ഥരെയും പൊതുജനങ്ങളെയും പങ്കാളികളാക്കി പദ്ധതി ഒരുക്കും. പ്രളയത്തെ തുടർന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നവർക്ക് ഭൂമി നൽകുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും വാണിയമ്പുഴയിലെ അർഹരായവർക്ക് ഉടൻ ഭൂമി അനുവദിക്കുമെന്നും 2 കുടുംബങ്ങൾക്ക് 1 മാസത്തിനകം പുനരധിവാസം സാധ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വനത്തിനകത്ത് താമസിക്കുന്നവരുടെ ട്രൈബൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേരിട്ട് ഉത്തരവാദിത്തമാണെങ്കിലും ഫോറസ്റ്റിനകത്ത് താമസിക്കുന്നവരുടെ ഒരു അഭിവൃദ്ധി അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത നിലവാരത്തിലെ ഉന്നമനവും കൂടെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഊരുണർവ് എന്ന പേരിൽ ഒരു പദ്ധതിക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തുടക്കം കുറിച്ചത്. ബഹുമാനപ്പെട്ട ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് മന്ത്രി ശ്രീമതി തുളസിയുടെ ഇന്ന് പങ്കെടുക്കേണ്ട നമ്മൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അവർക്കിന്ന് എറണാകുളത്തൊരു പരിപാടി ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. എങ്ങനെയാണ് ഇവർ നേരിടുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തൊക്കെയാണ് അവർക്ക് ആവശ്യമുള്ളത് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് പരിഹാരം കാണും. ഇപ്പം 2 ഉന്നതികളിൽ പോയ 2 നിരവധി ആവശ്യങ്ങൾ വന്നു. അതിൽ ഒട്ടുമുക്കാൽ ആവശ്യങ്ങളും അന്നേരം തന്നെ തീർപ്പ് കൽപ്പിക്കുകയുണ്ടായി. തുടർന്ന് അവരുടെ അറിവിനെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കാടിനെ കുറിച്ച് അവർക്കുള്ള അറിവ് മറ്റാർക്കും തന്നെ ഇല്ല, പുറത്തുള്ളവർക്കില്ല. അതുകൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ കൺസർവേഷൻ്റെ പ്രാധാന്യവും അവരുടെ അറിവ് വഴി നമ്മൾ നടപ്പിലാക്കുകയും അതിനോടൊപ്പം ഈ വന്യമൃഗ ആക്രമണങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ലഘൂകരിക്കുന്നതിന് അവരെ എങ്ങനെ സഹകരിപ്പിക്കാം എന്നുള്ളതോട് ആലോചിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പ്രധാന. വനത്തിനുള്ളിൽ താമസ സൗകര്യം ഒരുക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തി നിലവിലുള്ള തടസ്സങ്ങൾ പരിഹരിച്ച് സുരക്ഷിതമായ മേഖലകളിൽ ഭൂമി ലഭ്യമാക്കൽ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വനം വകുപ്പിലേക്ക് പുതുതായി നിയമിക്കുന്ന 500 അംഗ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് കായികക്ഷമതയുള്ള ആദിവാസി യുവാക്കൾക്ക് മുൻഗണന നൽകും. വനമേഖലകളിൽ ഉത്തരവാദിത്ത ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രാദേശിക ആദിവാസി യുവാക്കളെ ഗൈഡുമാരായും ഗാർഡുമാരായും നിയോഗിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വനവകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ വേഗത്തിൽ തീർപ്പുണ്ടാക്കുന്നതിനായി ഓഗസ്റ്റ് മാസത്തിൽ 3 ഘട്ടങ്ങളിലായി വനം അദാലത്തുകൾ സംഘടിപ്പിക്കും. കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണത്തിനായി കർഷക അദാലത്ത്, അനുമതികൾ വേഗത്തിലാക്കാൻ NOC അദാലത്ത്, നിസാര വന കുറ്റകൃത്യങ്ങൾ കോമ്പൗണ്ട് ചെയ്ത് തീർപ്പാക്കുന്നതിനായി വന കുറ്റകൃത്യ അദാലത്ത് എന്നിവയും സംഘടിപ്പിക്കും. തടസ്സങ്ങളില്ലാതെ NOC അപേക്ഷകൾ 3 മുതൽ 6 മാസങ്ങൾക്കുള്ളിൽ തീർപ്പാക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ആദിവാസി സമൂഹത്തിന്റെ ആവശ്യങ്ങളും ആശങ്കകളും നേരിട്ട് മനസ്സിലാക്കി നിലവിലുള്ള നിയമപരിധിക്കുള്ളിൽ വനം വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കരുളായി.